കരമനയിൽ യുവാവിൻ്റെ കൊലപാതകം നടന്ന സ്ഥലം ഇപ്പോൾ തിരുവനന്തപുരം DCP നിതിൻ രാജ് സന്ദർശിക്കുകയാണ്. നമ്മളതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന് നമ്മൾ കണ്ടതാണ്. കമ്പിയും കല്ലും ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പു എന്ന അഖിൽ, വിനീത്, സുമേഷ്, കിരൺ കൃഷ്ണ എന്നിവരാണ് പ്രതികളെന്നാണ് നമുക്കിത് അറിയാൻ കഴിയുന്നത്. അതിൽ കിരൺ കൃഷ്ണയാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. വട്ടപ്പാറ സ്വദേശിയാണ് കിരൺ കൃഷ്ണ എന്നതാണ് അതിൽ ലഭ്യമാകുന്ന മറ്റ് പുതിയ വിവരങ്ങൾ. ഈ പ്രതികൾ ഉപയോഗിച്ച കാറടക്കം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത ഒരു സാഹചര്യമുണ്ട്. വാടകയ്ക്കെടുത്ത ഇന്നോവ കാറാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്നാണ് ഇവർ കാറ് വാടകയ്ക്കെടുത്തത് എന്നാണ് നമ്മൾ അറിയുന്നത്. 4 പേരും കരമന അനന്തു വധക്കേസിലെ പ്രതികൾ കൂടിയാണ്. ഇപ്പോൾ മാനസ നമ്മളോടൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. മാനസ, ഇപ്പോൾ DCP സംഭവസ്ഥലം സന്ദർശിക്കുന്നു. ഒരാൾ കസ്റ്റഡിയിൽ, അതായത് കിരൺ കൃഷ്ണ കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. ഈ മറ്റ് 3 പേരെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പോലീസ് പറയുന്നത് എന്താണ്? തീർച്ചയായും മനു, വളരെ ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിനെ തുടർന്നുള്ള പരിശോധനകളും മറ്റു തെളിവുകളും ശേഖരിക്കാനായാണ് DCP നിതിൻ രാജ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത്, ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. DCP സംഭവ സ്ഥലം സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഈ പ്രതികൾ 4 പേര് ആണ് എന്ന വിവരം നേരത്തെയും പോലീസ് അറിയിച്ചിരുന്നു. CCTV ഇതിനോട് ചേർന്ന് തന്നെയുള്ള ബിൽഡിങ്ങിൽ നിന്നും ലഭിച്ച CCTV അടിസ്ഥാനത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. അതിൽ 3 പ്രതികളെ ഇനിയും കിട്ടാനുണ്ട്. ഒരു പ്രതി കസ്റ്റഡിയിലാണ്. അത് കിരൺ കൃഷ്ണയാണെന്നും അനന്തു വധക്കേസിലെ പ്രതിയായ കിരൺ കൃഷ്ണയാണ് കാർ ഓടിച്ച് മറ്റ് 3 പേരെയും ഈ സംഭവ സ്ഥലത്ത് എത്തിച്ചത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് കൈമാറിയിട്ടുണ്ട്. ഏതായാലും അപ്പു എന്ന അഖിൽ, വിനീത്, സുമേഷ്, കിരൺ കൃഷ്ണ എന്നിവരാണ് മറ്റു 3 പേർ. അവരെ ഇനിയും പിടികൂടാനായിട്ടില്ല. അവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രതികൾ 4 പേരും വാടകയ്ക്കെടുത്ത ഇന്നോവ കാറിലാണ് ഈ കൃത്യം നടത്താൻ വേണ്ടി സംഭവ സ്ഥലത്ത് എത്തിയത്. കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് അഖിൽ സഞ്ചരിക്കുകയായിരുന്നു. അതിനിടെയാണ് ഈ പ്രതികളിൽ 3 പേരും അഖിലിനെ വിളിച്ചു കൊണ്ടുവരികയും കമ്പി വടി ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുന്നു, വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു. തുടർന്ന് വീണ അഖിലിൻ്റെ ദേഹത്ത് 6 പ്രാവശ്യം വലിയ ഭാരമുള്ള കല്ല് എടുത്തു എറിയുന്നു. ഇത്തരത്തിലുള്ള കൃത്യമാണ് കഴിഞ്ഞ ദിവസം പ്രതികൾ ഈ 4 പേരും കൂടി ചേർന്ന് നടത്തിയത്. ഉടൻ തന്നെ പ്രതികളെല്ലാവരും ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഇവിടെ ഒരു മതിലകലമാണ് അഖിലിൻ്റെ വീട്. ഈ സംഭവം നടക്കുന്ന സമയം ഈ നാട്ടുകാരും അറിഞ്ഞില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യമായിട്ട് ഇവിടെ എടുത്തു പറയേണ്ടതുള്ളത്. കാരണം ഈ റോഡ് സൈഡിൽ നടന്ന ഒരു കൃത്യം, അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് വീട്, എന്നിട്ടും ഈ നാട്ടുകാരും തന്നെ ഈ സംഭവം അറിഞ്ഞില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു, ഇത്തരത്തിൽ ഈ പ്രതികളുമായി അഖിലിന് കുറച്ച് ദിവസം മുൻപ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു വാക്ക് തർക്കമൊക്കെ ഉണ്ടായിരുന്നു. ആ പക വെച്ചാണ് ഇന്നലെ ഇത്തരത്തിൽ ഒരു പ്രതികാരം ഈ പ്രതികൾ അഴിച്ചുവിട്ടത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതുമാത്രമല്ല, കുടുംബത്തിൻ്റെ ഏക വരുമാനമാണ് അവരുടെ മകൻ അഖിൽ. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കാറില്ല. അത്തരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു. ഈ പ്രതികൾ ഈ ഒരു പക മുന്നിൽ കണ്ട്, അല്ലെങ്കിൽ പക വെച്ചാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ കൃത്യം നടത്തിയത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വാർത്ത. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5:30 ഇത്തരത്തിലൊരു കൊലപാതകം റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും പ്രതികൾ വളരെ ആസൂത്രിതമായി നടത്തിയ കൃത്യമാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാറ് വാടകയ്ക്കെടുത്ത് ആണ് ഇത്തരത്തിൽ സംഭവം നടത്തുന്നത്. ഇതടക്കമുള്ള അന്വേഷണം ഊർജിതമായി കൊണ്ടിരിക്കുകയാണ്. ഇനിയും വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഈ 3 പ്രതികളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അവരിലേക്ക് എത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ DCP ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സംഭവ സ്ഥലം സന്ദർശിക്കുന്നു. ഇനി വീട്ടുകാരോടും സംസാരിക്കും. ശേഷം മാധ്യമങ്ങളെ കണ്ട് അന്വേഷണ പുരോഗതികൾ വിശദീകരിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. മനു, ഒറ്റ നിമിഷം മാനസ, ഞാൻ മനസ്സിലേക്ക് തിരികെ വരാം. ഏതായാലും നമ്മൾ ഇതിപ്പോൾ തലസ്ഥാന നഗരത്തെ നടുക്കിയ അതിക്രൂരമായൊരു കൊലപാതകമാണ് കരമനയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു യുവാവിനെ
കമ്പി വടി കൊണ്ടും കല്ലുകൊണ്ടും തലക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. 4 പേരാണ് പ്രതികളെന്നാണ് പോലീസിൻ്റെ നിഗമനം. അതിലൊരാൾ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. 2019 അനന്തു വധക്കേസിലെ പ്രതികൾ തന്നെയാണ് ഇവരെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതേ രീതിയിലുള്ള കൊലപാതകമാണ് ഇന്നലെയും സംഭവിച്ചതെന്നാണ് പോലീസിൻ്റെ ഒരു പോലീസിൻ്റെ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രദേശവാസികളൊക്കെ ബന്ധുക്കളൊക്കെ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ആ വാക്കുകളൊന്ന് കേട്ടതിന് ശേഷം ഞാൻ വീണ്ടും മാനസിലേക്ക് തിരികെ വരാം. പക്ഷേ എപ്പോഴും എല്ലാവരും വെളിയിൽ നിൽക്കണമായിരുന്നു. ഇന്നലെ ആയപ്പോൾ എല്ലാവരും അകത്ത് അവൻ്റെ കൂടെ നിന്നവർ എന്നെ അകത്ത് കയറി 5 മിനിറ്റ് ആയ സമയത്താണ് അവന്മാർ വന്നത് ഇത്രയും ചെയ്തിട്ട് പോയത്. പക്ഷേ ആളിനെ പോലും അവർ കണ്ടില്ല. ഇവിടെ ഉള്ളവർ കാറിൽ വന്നിരുന്നു. അവനെ കൊണ്ട് പറ്റില്ല അത്രമാരെ കയ്യിലൊന്നും പിടിക്കാൻ. അമ്മമാർ കമ്പി അടി കൊണ്ട് അടിച്ചിട്ട് മരിച്ചോന്നറിയാൻ വേണ്ടി നെഞ്ചിൽ കല്ലെടുത്തിട്ട് ഒരു കൊച്ചു ചെറുക്കനാണ്. അവരുടെ കുടുംബത്തിലെ അത്തയാണ് അവൻ. മാനസ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. മാനസ, ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുണ്ടായ വാക്കുതർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന്, അതിൻ്റെ പകയാണ് നയിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടോ? ഒറ്റ ദിവസത്തെ ഒരു വഴക്കിൻ്റെ പേരിൽ കൊലപാതകത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? അതോ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും വിഷയം ഇതിൽ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ടോ പോലീസ്? തീർച്ചയായും മനു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും പോലീസ് പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഒരു ദിവസത്തെ വഴക്കിൽ ഈ ഒരു ക്രൂര കൊലപാതകം നടത്തേണ്ട സാഹചര്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തമാകേണ്ട ചില കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായിരുന്നു. അത് പിന്നീട് ബാറിൽ വെച്ച് കണ്ടപ്പോൾ വീണ്ടും അത്തരത്തിൽ ഒരു സമാന സംഭവം സൃഷ്ടിച്ചു. ശേഷമാണ് ഇന്നലെ ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എന്നാണ് കുടുംബത്തിൽ നിന്നും ലഭിച്ച പ്രതികരണം. ഈ കാര്യങ്ങളൊക്കെയും വീട്ടുകാരിൽ നിന്ന് ലഭിച്ച ഈ മൊഴികളിൽ നിന്നൊക്കെയും വസ്തുത വരേണ്ടതുണ്ട്. ഇതൊക്കെയും പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. സംഭവത്തിൽ കൂടുതൽ വ്യക്തതകൾ ഇനിയും ലഭിക്കാനുണ്ട്. അതിൻ്റെയൊക്കെ മുന്നോടിയായാണ് ഇപ്പോൾ സംഭവ സ്ഥലം കഴിഞ്ഞ ദിവസം 5:30 കൂടിയാണ് ഇവിടെ ഈ DCP ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്ന ആ സ്ഥലത്ത് അത്തരത്തിൽ ഒരു അക്രമം നടക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെയും ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഈ പ്രതികൾ 3 പേരും ഈ 2019 നടന്ന അതേ അനന്തു വധക്കേസ് പ്രതികൾ ആണ് എന്ന നിഗമനത്തിലും അതോടൊപ്പം തന്നെ ഉറപ്പിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അന്ന് നടന്നതുപോലെ തന്നെ സമാന സ്ഥിതിയിലാണ് ഇന്നലെ ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തിയത് എന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന പ്രധാന കാര്യമാണ്. അതൊക്കെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇവർ ഉപയോഗിച്ചിരുന്ന ഈ കൊലപാതകം നടത്താൻ ഇവരെത്തിയ കാറ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടല്ലോ മാനസ. ഈ കാറ് എനിക്ക് തോന്നുന്നു വിഴിഞ്ഞത്ത് നിന്നാണ് ഇവർ വാടകയ്ക്കെടുത്ത് കൊണ്ടുവരികയായിരുന്നുവെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും വിഴിഞ്ഞത്ത് നിന്നാണ് ഇവർ കാറ് വാടകയ്ക്ക് എടുക്കുന്നത്. ആ വാടകയ്ക്കെടുത്ത കാറ് ഇന്നോവ കാറാണ്. ഇന്നോവ കാറിലാണ് ഇവർ കൃത്യം നടത്താനായി ഈ കരമന ഭാഗം വരെ സഞ്ചരിച്ചത്. ശേഷം കൃത്യം നടത്തി ഉടൻ തന്നെ കാറിലേക്ക് പോയി കാറിലൂടെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് പ്രദേശത്ത് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ആസൂത്രിത കൊലപാതകം തന്നെയാണ്, ഈ വൈരാഗ്യം വെച്ച് നടത്തിയ കൊലപാതകം തന്നെയാണ് എന്ന കാര്യങ്ങളിലൊക്കെയും പോലീസും നാട്ടുകാരും എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള കിരൺ കൃഷ്ണയെ ചോദ്യം ചെയ്തു വരികയാണ്. കിരൺ കൃഷ്ണയാണ് കാറ് ഓടിച്ചത്. കിരൺ കൃഷ്ണയാണ് വിഴിഞ്ഞത്ത് നിന്നും ഈ കാറ് ഏർപ്പാടാക്കിയത്. അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെയും ലഭിക്കുന്നുണ്ട്. അതിലൊക്കെയും വ്യക്തത വരേണ്ടതുണ്ട്. ഈ 3 പേർ എവിടെയാണ് എന്നതിൽ കിരൺ കൃഷ്ണയ്ക്ക് വ്യക്തമായ പങ്കുണ്ടാകും. അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഏതായാലും 3 പേരെയും ഉടൻ തന്നെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ശരി മാനസയാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. തിരുവനന്തപുരത്ത് നഗരമധ്യത്തിൽ കരമനയിൽ ക്രൂരമായ കൊലപാതകമാണ് നടന്നത്. യുവാവായ അഖിൽ എന്ന് പറയുന്ന യുവാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു പ്രതികൾ. ഈ കമ്പി വടി കൊണ്ട് തലക്കടിച്ച് കല്ലും ഉപയോഗിച്ച് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും 2019 അനന്തു വധക്കേസ് പ്രതികളായ വ്യക്തികൾ തന്നെയാണ് ഇതിലും പ്രതികളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. ബാക്കി 3 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. ഇപ്പോൾ DCP സംഭവസ്ഥലം സന്ദർശിക്കുകയാണ്. വിവരങ്ങളാണ് മാനസ് നൽകിയത്.